രാവിലെ തന്നെ കളണ്ടാന്ന് വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ ഏറ്റവും ലേറ്റായിട്ട് കളട്ട ദിവസം ഇന്നായി. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. നമ്മൾ മുറ്റത്ത് തന്നെയാണ് കേട്ടോ കള ഇടൽ, ഇറയത്ത് ഇടലില്ല. അപ്പോൾ അത് തന്നെ മഴ തോരുന്നത് നോക്കി നിന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഉണ്ട റോസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു മഞ്ഞ. അപ്പോൾ അതൊക്കെ വെച്ച് ഒരു ചെറിയൊരു കള ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ദേ ഉണ്ട റോസ് സെൻറ്ററിൽ തന്നെ വെച്ചു. പിന്നെ ഒരു ചെണ്ടുമല്ലി ഒരു ലൈനൊക്കെ ആയിട്ട് വെച്ചിട്ടു, ഒരു 4 ലൈനൊക്കെ ആക്കി അതിൻ്റെ ഇടയിൽ വൈറ്റൊക്കെ കയറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ വൈറ്റ് അധികം ഇല്ല. അപ്പം ചെണ്ടുമല്ലി എന്നതേ കുറച്ചധികം ഈ ലൈനിലൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ ഇതല്ല, പിന്നെ ചെയ്ത് വന്നപ്പോൾ വേറെ ഏതൊക്കെയോ ഡിസൈനായിട്ടോ. അങ്ങനെ ദേ വൈറ്റും കൂടെ കയറ്റാമെന്ന് വിചാരിച്ചു. ഇതും കൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഇട്ട് കട്ടിയിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ചാറ്റൽ മഴ വന്നു തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ ഞാൻ വേഗം ഇടൽ തുടങ്ങി. മുഴുവനാക്കാനായിട്ട് പറ്റില്ല, ഈ ഒരു ഇത് ആക്കിയപ്പോഴേക്കും മഴ ചാറി തുടങ്ങി. പിന്നെ ഞാൻ കുറച്ചും കൂടെ പൂക്കളൊക്കെ പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഏതായാലും മഴയല്ലേ, പിന്നെ നാളെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്തു നമ്മുടെ. അങ്ങനെ ദേ ഉച്ചക്കേലേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കലായി കേട്ടോ. പരിപ്പ് കുത്തിക്കാച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ ദേ മുളകും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ചു, വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഇട്ടൊന്ന് കാച്ചിയെടുക്കാം. പിന്നെ മോരുകറി ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. മോരുകറി ഉണ്ടാക്കി, പിന്നെ പരിപ്പും മോരുകറിയും പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു. അങ്ങനെ ദേ ഊണ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടോ. നമ്മൾ മോരുകറി വെച്ചതെന്ന് പപ്പക്കായ ഇട്ടിട്ടാട്ടോ വെച്ചത്, വേറെ കഷ്ണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ മോരുകറി പപ്പക്കായ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആപ്പിളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേരക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ഉപ്പേരിയും ശർക്കര വരട്ടി അതുപോലെ തന്നെ നമ്മുടെ കൊള്ളിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വെള്ളക്കൊള്ളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാലേനേക്കാളും. അങ്ങനെ ദേ ചായ കുടിക്കാൻ നോക്കിയപ്പോൾ പുറത്ത് ദേ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഇറയൊക്കെ ആകെ നനയുന്നുണ്ട്, എന്താണെന്നറിയില്ല, അത്രയും നല്ല മഴ പെയ്യുന്നുണ്ടാകുന്നതുകൊണ്ട് ചീതനൊക്കെ അടിച്ച് ആകെ നനഞ്ഞ് കൊള്ളാവുന്നുണ്ട് ഇറയൊക്കെ. ഡെയിലി കഴുകുന്നുണ്ടെങ്കിലും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും മഴ പെയ്യും. അപ്പോൾ വീണ്ടും മണ്ണും അതുപോലെ തന്നെ ഇതൊക്കെ ഈ ചവിട്ടുമലക്കൊക്കെ ആവും. നമ്മുടെ ചെടി ഏകദേശം നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ, എങ്കിൽ നല്ല രീതിയിൽ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കാർട്ടൂൺസാണ് ഇതൊക്കെ. അപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബുക്കുമ്മൽ ഒട്ടിക്കാനൊക്കെ മേടിക്കലുണ്ട്. ഇപ്പോൾ ഒന്നും മേടിക്കലില്ല, പക്ഷേ ഇങ്ങനെ കിട്ടിയപ്പോൾ ഇത് ഞാൻ എൻ്റെ പഠിക്കുന്ന ബുക്കുമ്മൊക്കെ ഇത് ഒട്ടിച്ചേക്കിട്ടു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഇത് സിമ്പിളായിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞു കാർട്ടൂൺസിൻ്റെ പിക്ചേഴ്സൊക്കെയാണ്. ഇത് രണ്ടും ഓറഞ്ച് കേട്ടോ, നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടാവുന്നതാണ്. ഭയങ്കര പുളിയായിരിക്കും, നമ്മൾ വെള്ളം കലക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. വലിപ്പം ഏകദേശം ഒരു നാരങ്ങേരൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. പഴുത്ത് കഴിഞ്ഞാൽ അതേ ശരിക്കും ഓറഞ്ച് പോലെ തന്നെയാണ്, ഉള്ളിൽ അല്ലിയൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷെ ഭയങ്കര പുളിയാണ്, നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റില്ല, അത്രയും പുളിയാണ്. വെള്ളം കലക്കിയാലും നമ്മുടെ നാരങ്ങയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. എങ്കിലും ഷുഗറിനൊക്കെ എല്ലാവരും കഴിക്കുന്ന കേട്ടോ ഇപ്പോൾ. ഇത്രയേ ഉള്ളൂ.